എന്തുട്ടാ ഈ ഡയപ്പർ ബാഗ്? ഡയപ്പർ ബാഗിനെ കുറിച്ച് ഇതുവരെയും കേട്ടിട്ടില്ലാത്ത എസ്പെഷ്യലി ഫസ്റ്റ് ടൈം പാരൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഡയപ്പർ ബാഗിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. ബേബീസിനെ കൊണ്ട് ഔട്ടിങ്ങിന് പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉള്ള ഒരു ബാഗാണ് ഈ ഡയപ്പർ ബാഗ് എന്ന് പറയുന്നത്. ബേബീസിന്റെ എസെൻഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള ഡയപ്പേഴ്സ്, ഫീഡിംഗ് ബോട്ടിൽ, ടവൽസ്, ചേഞ്ചിങ് പാഡ്, സ്നാക്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഈ ബാഗിൽ വെക്കാൻ പറ്റും. 2 ടൈപ്പ് ഡയപ്പർ ബാഗ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബാക്ക് പാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് ബാഗും ഉണ്ട്. ആസ് എ പാരന്റ് ഓഫ് 3, ഹാൻഡ് ബാഗ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ കുട്ടികളെ നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഈ ഹാൻഡ് ബാഗ് ഇട്ടുകൊണ്ട് നടക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഹാൻഡ് ബാഗ് ചിലപ്പോൾ വീണ് പോവും, ഒട്ടും സേഫ് അല്ല. അതുകൊണ്ട് ഞാൻ ഹാൻഡ് ബാഗ് ഇതുവരെയും വാങ്ങിച്ചിട്ട് പോലുമില്ല. ഡയപ്പർ ബാഗിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഇതിൻ്റെ സ്പേഷ്യസ് ആയ ഈ മെയിൻ കമ്പാർട്ട്മെൻ്റ് ആണ്. നല്ല കപ്പാസിറ്റി ഉള്ള കമ്പാർട്ട്മെൻ്റ് ആണിത്. പിന്നെ ഇതിൻ്റെ ഓപ്പണിങ്ങിനും ഒരു പ്രത്യേകതയുണ്ട്. ഫിഷ് മൗത്ത് ഓപ്പണിംഗ് എന്നാണ് ഇതിന് പറയുക. ഇതിനകത്തുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഇൻഡിവിജ്വൽ ഫങ്ഷണൽ പോക്കറ്റ്സ് ഉണ്ടാവും. സാധനങ്ങളൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് ഫീഡിംഗ് ബോട്ടിൽസ് വെക്കാനുള്ള പോക്കറ്റാണ്. മിൽക്ക്, വെള്ളം ഇതിൻ്റെയൊക്കെ ചൂട് കുറേ നേരം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽസിൻ്റെ ഇൻസുലേറ്റഡ് പോക്കറ്റ്സ് ആണിത്. ഇതുപോലെ വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷൻ ഡിസൈൻ ഉണ്ടായിരിക്കും. ബേബീസിൻ്റെ നനഞ്ഞ ക്ലോത്തുകളും അഴുക്കുള്ള സാധനങ്ങളും സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സെറ്റപ്പാണിത്. വാട്ടർ ബോട്ടിൽസ് കുട ഒക്കെ വെക്കാനായിട്ട് സൈഡ് പോക്കറ്റ് ഉണ്ടായിരിക്കും. ഒരു ടിഷ്യൂ ഡിസ്പെൻസർ സെറ്റപ്പും ഉണ്ടായിരിക്കും. സ്ട്രോളർ സ്ട്രാപ്സ് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. പിന്നെ മിക്ക ഡയപ്പർ ബാഗിലും ഒരു സീക്രട്ട് പോക്കറ്റ് ഉണ്ടായിരിക്കും. പാരൻസിൻ്റെ വാല്യുബിൾസ് ഒക്കെ എടുത്തു വെക്കാനുള്ളതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒരു നോർമൽ ഡയപ്പർ ബാക്ക് പാക്ക് വാങ്ങിക്കുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ഡയപ്പർ ബാഗ് വാങ്ങിച്ചത് 9 വർഷം മുമ്പാണ്. എൻ്റെ ആദ്യത്തെ കുട്ടി നീതിമോള് 1 വയസ്സൊക്കെ ആയിരുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് ഡയപ്പർ ബാഗ് വാങ്ങിച്ചത്. അന്ന് തൊട്ട് ഞാൻ ഇതുവരെയും കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ഈ ഒരു ബാഗ് ഇല്ലാണ്ട് പുറത്തു പോവില്ല. അത്രയും കംഫർട്ടബിൾ ആണ്. പിന്നെ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ഈ ഒരു ഡയപ്പർ ബാഗിന് ഒരു എക്സ്ട്രാ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ സാധാ ഡയപ്പർ ബാഗ് പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ ബാക്കിൽ ഒരു പോർട്ടബിൾ ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ ഉണ്ട്. ഈ ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റും. വേറൊരു സ്ഥലം അന്വേഷിച്ച് പോവേണ്ട കാര്യമൊന്നുമില്ല. ഈ 2 ഫോൾഡബിൾ റോഡുകൾ വെച്ചിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്യുക. ഈ ഒരു ഡയപ്പർ ചേഞ്ചിങ് മാറ്റും ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 70 സെൻറ്റിമീറ്റർ ആണ്. യൂസ് ചെയ്തതിന് ശേഷം എക്സ് ഷേപ്പിൽ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പാരന്റിംഗ് ലൈഫ് എൻഹാൻസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു വിസിറ്റ് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ. താങ്ക് യു.